മത്സരം ഇതാ. 1, 2, 3, come on. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഓൾറെഡി ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിൻ്റെ 3rd ഡേയ്സും നമ്മൾ ഓരോരോ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത് 4th ഡേ ആണ്. 4th ഡേ കലാശക്കൂട്ട് ഡേ ആണ്. ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട് ഗൈസ്. അപ്പം ഇതിൽ വള്ളം കളീൻ്റെ കോമ്പറ്റീഷൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ബോട്ടുകളിൽ ലൈറ്റ് കത്തിച്ചിട്ടുള്ള പരേഡ് ഉണ്ട് ഗൈസ്. പിന്നെ അതേപോലെ തന്നെ വെടിമരുന്ന് പ്രയോഗമുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കാം. ഇത് ഫൈനൽ കോമ്പറ്റീഷൻ ആണ്. ആവേശകരമായിട്ട് ഓരോരുത്തരും ഫൈനലിൽ ഫസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു ടീം മുന്നിൽ വന്നിട്ടുണ്ട്. യെസ്, അവർ വിന്നറായി. അപ്പം ഈ ഒരു ടീം വിന്നറായിട്ടുണ്ട്. ഗൈസ്, അവര് ജയിച്ച ടീമാണ് വള്ളംകളി മത്സരത്തിൽ ജയിച്ച ടീം അവരുടെ വിജയത്തിന്റെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ് ഇത് നമ്മളിപ്പോൾ കാണുന്നത്. തന്നോടെ ഒക്കെ നീങ്ങിപ്പോയി മനസ്സിലല്ലേ. ഓക്ക് കാട്ടി കൊടുക്കടാ പുല്ലിനൊക്കെ കാണണ്ടോ? ഓക്ക് കാട്ടി കൊടുക്ക് കാണണ്ടോ? ആ ഓക്കെ 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 അവിടെ ഇവരെ കാത്ത് രക്ഷിതാക്കൾ പോലീസ് പത്രമുണ്ട്. കണ്ടിരിക്കുന്നവർ പോലീസ് പത്രം
അതന്നെ ചെറുതായിട്ട് എന്നിട്ട് ഇന്നും ഇതിനും വെച്ചിട്ടില്ല എന്തെങ്കിലും കിട്ടിയ ചില സമയത്ത് അതും കിട്ടും. മാത്രമല്ല ഏറ്റവും പഴക്കം ചെന്ന നൃത്തരൂപം കൂടിയാണ് ഭരതനാട്യം. കഥകളിയിലെ പച്ചവേഷങ്ങളും ഭരതനാട്യ വേഷങ്ങളും പിന്നെ ശൃംഗാരഭാവത്തിൽ നടന്ന മോഹിനിയാട്ട വേഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. കേരളത്തിലെ കഥകളി ഭരതനാട്യവും മോഹിനിയാട്ടവും കൂടി ആന്ധ്രാപ്രദേശിലെ കൊച്ചുകുടി ഗ്രാമത്തിൽ പിറവികൊണ്ട 2000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ തെലുങ്കാന ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്ന പ്രാകൃത നാടകങ്ങളുടെ പരിഷ്കരിച്ച സംഗീതവും സന്തോഷമായി ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ടൂറിസം വകുപ്പും ജില്ലാ ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ സമാപന ദിനത്തോടനുബന്ധിച്ച് ഏറ്റവും വലിയ ആഘോഷകരമായ ഉത്സവമായി സംബന്ധിച്ച വാണിജ്യ ടീമിന്റെ പ്രതിനിധികളെ ഞാൻ ഈ സമാപന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ധാരാളം ഫെസ്റ്റുകൾ വലിയ സഹായമാണ് നമുക്ക്
സംബന്ധിച്ചത് കേരള ടൂറിസത്തിന്റെ പ്ലാനിംഗ് ബോർഡ് അംഗമാണ് ചെയർമാൻ. ഇത് തീരുമാനിച്ചിട്ടുള്ളത് ജീവിത ക്രമങ്ങളെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് ഒക്കെയുള്ള അവസരമാണ്. നമ്മളിങ്ങനെ അവതരിപ്പിക്കുന്നതിലൂടെ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്നുള്ള സമ്പത്ത് ഈ നാട്ടിലേക്ക് ഒഴുകിയെത്തുന്നതിനുള്ള അവസരമാണ്. ഈ ഒഴുകിയെത്തുന്ന സമ്പത്ത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലേക്ക് എത്താനുള്ള പദ്ധതിയാണ് യഥാർത്ഥ ടൂറിസം. അത്തരമൊരു ടൂറിസത്തിന് തുടക്കമായി ഈ സംരംഭം മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ നാടിന്റെ നായകൻ തന്നെയാണ് കേരള ടൂറിസത്തെ നയിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. തീർച്ചയായും അതിനുള്ള എല്ലാ പിന്തുണയും പ്ലാനിംഗ് ബോർഡിൽ നിന്നുണ്ട്, ഒപ്പം എന്നെപ്പോലുള്ള സഞ്ചാരികളിൽ നിന്നുണ്ട്. ലോകം മുഴുവൻ ഈ വാർത്ത എത്തുക തന്നെ ചെയ്യും. വരും വർഷങ്ങളിൽ വമ്പൻ വിജയമായി, കൂടുതൽ കളർഫുള്ളായി, കേരളത്തിന്റെ മുഴുവൻ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന സ്ഥലമായി, ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമായി, പിന്നീട് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള സഞ്ചാരികളെ അവരുടെ സെയിൽ ബോട്ടുകളിലും അവരുടെ പായ്ക്കപ്പലുകളിലും ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയുന്ന സ്ഥലമായി ബേപ്പൂർ മാറട്ടെ. ബേപ്പൂർ ഈ പ്രതാപം എക്കാലവും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദിയോട് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര. ഇനി നമുക്ക് മുഖ്യ അതിഥിയിലേക്ക് പോകാം. ഏതാനും നിമിഷങ്ങൾ കണ്ണടച്ചു നിന്ന് കഥാപാത്രത്തിലേക്ക് പരകായ പ്രവേശം നടത്താൻ കഴിവുള്ള നടി. തന്റേതെന്ന് കരുതിയതെല്ലാം കാലിനടിയിലെ മണ്ണ് പോലെ ഒഴുകിപ്പോയപ്പോൾ സ്വന്തം സ്വപ്നങ്ങളുടെ എക്സ്പയറി ഡേറ്റ് തീരുമാനിക്കാൻ മറ്റാരെയും അനുവദിക്കരുതെന്ന സന്ദേശം ജീവിതം കൊണ്ട് കാണിച്ചു തന്ന വ്യക്തിത്വം. ക്യാമറയ്ക്ക് മുന്നിലല്ലാതെ അഭിനയിക്കാൻ അറിയാത്ത നിലപാടുകളുള്ള പെണ്ണ്. മലയാളത്തിന്റെ മഞ്ജുഭാവം മഞ്ജു വാര്യർ മുഖ്യാതിഥിയായി ഓൺലൈനിൽ പങ്കെടുക്കുകയാണ്. മഞ്ജു വാര്യർക്ക് കണ്ണിന് ചെറിയൊരു അസ്വസ്ഥതയുള്ളത് കൊണ്ട് തന്നെ വീഡിയോയിലൂടെ നമ്മുടെ മുമ്പിൽ വരാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓഡിയോ കേൾക്കാം. ഞാൻ മഞ്ജു വാര്യർ. കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാനായി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് ആവേശോജ്വലമായി പര്യവസാനിക്കുകയാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നാട്ടിൽ ഇത്തരമൊരു ലോകോത്തര ജലോത്സവത്തിന് നേതൃത്വം നൽകിയ എല്ലാ സംഘാടകരെയും അഭിനന്ദിക്കുന്നു. ചാലിയാർ പുഴയുടെ അടിത്തട്ടിൽ ചരിത്ര പ്രസിദ്ധമായ ബേപ്പൂർ കേന്ദ്രീകരിച്ച് നടത്തുന്ന ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിൽ ജനസാഹസിക വിനോദങ്ങളുടെ വലിയ പട്ടിക തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. മത്സരങ്ങൾ ഉടനീളം ഉയർന്നു നിന്ന ആവേശവും കരുത്തും തന്നെയാണ് മേളയുടെ ഏറ്റവും വലിയ വിജയം. കയാക്കിംഗ്, സ്റ്റാൻഡപ്പ് പെഡലിംഗ്, ബാംബു റാഫ്റ്റിംഗ്, സേവിംഗ് പര്യട്ട തുടങ്ങി നീളുന്ന ജനകായിക മത്സരങ്ങൾ സാമ്പത്തിക സഞ്ചാരികളെയും കാണികളെയും ഒരുപോലെ ത്രസിപ്പിക്കുന്നതായിരുന്നു. തദ്ദേശവാസികൾക്കായുള്ള ചൂണ്ടയിടൽ, വലവീശൽ, നാടൻ തോടുകളുടെ തുഴച്ചിൽ മത്സരം, മത്സരങ്ങൾ എല്ലാം ഒരുപോലെ ആവേശം നിറയ്ക്കുന്നതായിരുന്നു. മലബാറിന്റെ രുചി വൈവിധ്യങ്ങൾ വിളമ്പിയ ഭക്ഷ്യമേളയും ഫെസ്റ്റിന് കൊഴുപ്പേകി. ഒരു ജലകായിക മേള എന്നതിനപ്പുറം കോഴിക്കോട്ടിലെ സമീപ ജില്ലകളിലെ നമ്മുടെ ഇത്തരം ഉത്സവങ്ങളും ഒത്തുചേരലുകളും തിരിച്ചുകൊണ്ടുവരാൻ മുന്നിൽ ടൂറിസം മന്ത്രിക്കും ഫെസ്റ്റിന്റെ സംഘാടകർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. ലോകത്തിന്റെ തന്നെ ടൂറിസം കലണ്ടറിൽ ഇടം നേടാൻ പോകുന്ന ഫെസ്റ്റിന് സംഘാടകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.
ഞാൻ വെടിക്കെട്ടാണ് ചാമ്പി പോയാ അഞ്ചിൻ്റെ ഉണ്ടോ പൊട്ടിയപ്പോഴാ അറിഞ്ഞത് അതെ എന്റെ വെള്ളം കിട്ടിട്ടോ ഫുള്ള്